സംഖ്യ അധ്യായം 33. യാത്രയിലെ താവളങ്ങൾ. മോശയുടെയും അഹരോന്റെയും നേതൃത്വത്തിൽ ഗണം ഗണമായി ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിലെ താവളങ്ങൾ ഇവയാണ്. യാത്രാമധ്യേ അവർ പാളയമടിച്ച സ്ഥലങ്ങൾ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് മോശ ക്രമമായി കുറിച്ചുവെച്ചു. 1-ാം മാസം 15-ാം ദിവസം അവർ റാംസേസിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. പെസഹായുടെ പിറ്റേനാളാണ് ഇസ്രായേൽ ജനം ഈജിപ്തുകാർ കാണുകെ കർത്താവിന്റെ ശക്തമായ സംരക്ഷണത്തിൽ പുറപ്പെട്ടത്. അപ്പോൾ ഈജിപ്തുകാർ കർത്താവ് സംഹരിച്ച തങ്ങളുടെ കടിഞ്ഞൂൽ സന്താനങ്ങളെ സംസ്കരിക്കുകയായിരുന്നു. അവരുടെ ദേവന്മാരെയും കർത്താവ് ശിക്ഷിച്ചു. ഇസ്രായേൽ ജനം റംസേസിൽ നിന്ന് പുറപ്പെട്ട് സുക്കോത്തിൽ പാളയമടിച്ചു. അവിടെ നിന്ന് മരുഭൂമിയുടെ അതിർത്തിയിലുള്ള എത്താമിലെത്തി പാളയമടിച്ചു. എത്താമിൽ നിന്ന് ബാൽ സെഫോന് കിഴക്കുള്ള പിഹഹിറോത്തിന് നേരെ യാത്ര ചെയ്ത് മിഗ്ദോലിന് മുൻപിൽ പാളയമടിച്ചു. അവിടെ നിന്ന് കടലിനു നടുവിലൂടെ യാത്ര ചെയ്ത് മരുഭൂമിയിലെത്തി. ഏത്താം മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്ത് മാറായിൽ പാളയമടിച്ചു. മാറായിൽ നിന്ന് ഏലിമിലെത്തി പാളയമടിച്ചു. ഏലിമിൽ 12 നീരുറവകളും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. വീണ്ടും യാത്ര പുറപ്പെട്ട് ചെങ്കടലിനരികെ പാളയമടിച്ചു. അവിടെ നിന്നും പുറപ്പെട്ട് സിൻ മരുഭൂമിയിലും അവിടെ നിന്ന് ദൊഫ്കയിലും ദൊഫ്കയിൽ നിന്ന് ആലൂഷിലും അവിടെ നിന്ന് റഫിദീമിലും എത്തി പാളയമടിച്ചു. റഫീദീമിൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. റഫീദീമിൽ നിന്നും പുറപ്പെട്ട് സീനായ് മരുഭൂമിയിലും അവിടെ നിന്ന് കിബ്രോത്ത് ഹത്താവയിലും അവിടെ നിന്ന് ഹസേറോത്തിലും ഹസേറോത്തിൽ നിന്ന് റിത്മായിലും എത്തി പാളയമടിച്ചു. റിത്മായിൽ നിന്നും പുറപ്പെട്ട് റിമോൺ പേരസിലും അവിടെ നിന്ന് ലിബ്നയിലും ലിബ്നയിൽ നിന്ന് റിസ്സായിലും പാളയമടിച്ചു. അവിടെ നിന്ന് കെഹലാത്തായിൽ എത്തി പാളയമടിച്ചു. കെഹലാത്തായിൽ നിന്ന് പുറപ്പെട്ട് ഷേഫർ മലയിലും അവിടെ നിന്ന് ഹരാദായിലും ഹരാദായിൽ നിന്ന് മഖ്ഹലോത്തിലും അവിടെ നിന്ന് തഹത്തിലും എത്തി പാളയമടിച്ചു. തഹത്തിൽ നിന്ന് പുറപ്പെട്ട് തേരഹിലും പാളയമടിച്ചു. അവിടെ നിന്ന് മിത്കായിലും മിത്കായിൽ നിന്ന് ഹഷ്മോനായിലും അവിടെ നിന്ന് മൊസേറോത്തിലും എത്തി പാളയമടിച്ചു. മൊസേറോത്തിൽ നിന്നും പുറപ്പെട്ട് ബനേയാക്കാനിലും അവിടെ നിന്ന് ഹോർഹത്ത് ഗിദ്ഗാദിലും അവിടെ നിന്ന് യോത്ബാത്തായിലും യോത്ബാത്തായിൽ നിന്ന് അബ്രോനായിലും എത്തി പാളയമടിച്ചു. അബ്രോനായിൽ നിന്നും പുറപ്പെട്ട് എസിയോൻ ഗേബറിലും അവിടെ നിന്നും പുറപ്പെട്ട് സിൻ മരുഭൂമിയിലും കാദശിലും അവിടെ നിന്ന് ഏദോം ദേശത്തിന്റെ അതിർത്തിയിലുള്ള ഹോർ മലയിലും എത്തി പാളയമടിച്ചു. പുരോഹിതനായ അഹ്റോൻ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഹോർ മലയിൽ കയറി അവിടെ വച്ചു മരിച്ചു. ഇത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 40-ാം വർഷം 5-ാം മാസം 1-ാം ദിവസമായിരുന്നു. മരിക്കുമ്പോൾ അഹ്റോന് 123 വയസ്സുണ്ടായിരുന്നു. കാനാൻ ദേശത്ത് നെഗബിൽ പാർത്തിരുന്ന കാനാന്യനായ ആരാധു രാജാവ് ഇസ്രായേൽ ജനം വരുന്നതറിഞ്ഞു. ഇസ്രായേലിയർ ഹോർ മലയിൽ നിന്ന് പുറപ്പെട്ട് സൽമോനായിലും അവിടെ നിന്ന് പൂനോനിലും അവിടെ നിന്ന് ഓബോത്തിലും ഓബോത്തിൽ നിന്ന് മൊവാബിന്റെ അതിർത്തിയിലുള്ള ഇയെ അബാറാമിലും എത്തി പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് ദീബോൻ ഗാദിലും അവിടെ നിന്ന് അൽമോൻ ദിബ്ബലാത്തായീമിലും അവിടെ നിന്ന് അബാറിം മലകളിൽ നെവോബിന് കിഴക്കുവശത്തും എത്തി പാളയമടിച്ചു. അവിടെ നിന്നും പുറപ്പെട്ട് ജെറിക്കോയുടെ എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മൊവാബ് സമതലത്തിൽ പാളയമടിച്ചു. ആ പാളയം ബെത് യെഷിമോത്ത് മുതൽ ആബേൽ ഷിത്തിം വരെ വ്യാപിച്ചിരുന്നു. ജെറിക്കോയുടെ എതിർവശത്ത് ജോർദാൻ തീരത്ത് മൊവാബ് സമതലത്തിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു, ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ തദ്ദേശവാസികളെ ഓടിച്ചു കളഞ്ഞ് അവരുടെ ശിലാവിഗ്രഹങ്ങളും ലോഹപ്രതിമകളും തകർക്കുകയും പൂജാഗിരികൾ നശിപ്പിക്കുകയും വേണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക. നിങ്ങൾ ദേശം കൈവശമാക്കി വാസമുറപ്പിക്കണം. എന്തെന്നാൽ ആ ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്നു. നിങ്ങൾ ഗോത്രം ഗോത്രമായി നറുക്കിട്ട് ദേശം അവകാശമാക്കണം. വലിയ ഗോത്രത്തിന് വലിയ അവകാശവും ചെറിയ ഗോത്രത്തിന് ചെറിയ അവകാശവും നൽകണം. കുറി എവിടെ വീഴുന്നുവോ അവിടം ആയിരിക്കും ഓരോരുത്തരുടെയും അവകാശം. പിതൃഗോത്രമനുസരിച്ചാണ് നിങ്ങൾ ദേശം അവകാശമാക്കേണ്ടത്. എന്നാൽ തദ്ദേശവാസികളെ ഓടിച്ചു കളയാതിരുന്നാൽ അവശേഷിക്കുന്നവർ കണ്ണിൽ മുള്ളുപോലെയും പാർശ്വത്തിൽ മുൾച്ചെടി പോലെയും നിങ്ങളെ ഉപദ്രവിക്കും. ഞാൻ അവരോട് ചെയ്യണമെന്ന് വിചാരിച്ചത് നിങ്ങളോട് ചെയ്യും. സംഖ്യ അധ്യായം 34. കാനാൻ ദേശം അതിരുകൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നതും ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്നതുമായ കാനാൻ ദേശത്തിന്റെ അതിരുകൾ ഇവയാണ്. തെക്കേ അതിര് ഏദോമിന്റെ അതിർത്തിയിലുള്ള സിൻ മരുഭൂമി ആയിരിക്കും. കിഴക്ക് ഉപ്പുകടലിന്റെ അറ്റത്തായിരിക്കും അത് ആരംഭിക്കുക. അവിടെ നിന്ന് തെക്കോട്ട് അക്രാബിം ചെരുവിലേക്ക് തിരിഞ്ഞ് സിൻ മരുഭൂമി കടന്ന് തെക്കുള്ള കാദഷ് ബർണയായിലും അവിടെ നിന്ന് തിരിഞ്ഞ് അസാർ അദ്ദാർ ഹസ്മോൺ ഇവ കടന്ന്
ഈജിപ്തിലെ അരുവിക്കു നേരെ തിരിഞ്ഞ് കടലിൽ ചെന്ന് അത് അവസാനിക്കും. പടിഞ്ഞാറേ അതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരവും ആയിരിക്കും. നിങ്ങളുടെ വടക്കേ അതിര് മഹാസമുദ്രം മുതൽ ഹോർ മല വരെയും അവിടെ നിന്ന് ഹമാത്തിന്റെ കവാടത്തിലൂടെ സേദാദ് വരെയും അവിടെ നിന്ന് സിഫ്രോൻ കടന്ന് ഹസാർ ഏനാൻ വരെയും ആണ്. കിഴക്കേ അതിര് ഹസാർ ഏനാനിൽ ആരംഭിച്ച് ഷഫാമിലൂടെ താഴോട്ട് ആയിന്റെ കിഴക്ക് റിബ്ല വരെ എത്തി വീണ്ടും താഴോട്ട് ഇറങ്ങി കിഴക്ക് കിന്നേരത്ത് കടലിന്റെ കിഴക്കേ തീരത്ത് എത്തി ജോർദാൻ വഴി ഉപ്പുകടലിൽ അവസാനിക്കും. ഇവയായിരിക്കും അതിരുകൾ. മോശെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ 9.5 ഗോത്രങ്ങൾക്ക് കൊടുക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ കുറിയിട്ട് അവകാശപ്പെടുത്തേണ്ടതുമായ ദേശം ഇതാണ്. റൂബൻ, ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രങ്ങളും ജോർദാനിക്കരെ ജെറീക്കോയുടെ കിഴക്ക് വശത്ത് അവകാശം സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, പുരോഹിതൻ എലയാസറും നൂനിന്റെ മകൻ ജോഷുവയുമാണ് നിങ്ങൾക്ക് ദേശം അവകാശമായി വിഭജിച്ചു തരേണ്ടത്. അവരോടൊപ്പം ഓരോ ഗോത്രത്തിലും നിന്ന് ഓരോ നേതാവിനെ തിരഞ്ഞെടുക്കണം. താഴെ പറയുന്നവരാണ് അവർ: യൂദാ ഗോത്രത്തിൽ നിന്ന് യഫുന്നയുടെ മകൻ കാലെബ്, ശിമയോൻ ഗോത്രത്തിൽ നിന്ന് അമ്മിഹൂദിന്റെ മകൻ ഷെമൂവേൽ, ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് കിസ്ലോന്റെ മകൻ എലിദാദ്, ദാൻ ഗോത്രത്തിൽ നിന്ന് യോഗ്ലിയുടെ മകൻ ബുക്കി, ജോസഫിന്റെ പുത്രന്മാരിൽ മനാസയുടെ ഗോത്രത്തിൽ നിന്ന് എഫോദിന്റെ മകൻ ഹന്നിയേൽ, എഫ്രായിം ഗോത്രത്തിൽ നിന്ന് ഷിഫ്താന്റെ മകൻ കെമുവേൽ, സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് പർനാക്കിന്റെ മകൻ എലിസാഫാൻ, ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് അസ്സാന്റെ മകൻ പൽത്തിയേൽ, ആഷേർ ഗോത്രത്തിൽ നിന്ന് ഷെലോമിയുടെ മകൻ അഹിഹൂദ്, നഫ്താലി ഗോത്രത്തിൽ നിന്ന് അമ്മിഹൂദിന്റെ മകൻ പെദാഹേൽ. ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്ത് അവകാശം ഭാഗിച്ചു കൊടുക്കുന്നതിന് കർത്താവ് നിയമിച്ചത് ഇവരെയാണ്.